ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആക്ച്വലി ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മുടെ 11th സെറ്റ്സ് ആൻഡ് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 11th നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സെറ്റ് എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ്, റിലേഷൻസ്, ഫങ്ഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ വളരെ ബ്രീഫായിട്ട് 11th ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സെറ്റ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് ഓഫ് ഒബ്ജക്റ്റ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് ഓഫ് ഒബ്ജക്ട്സ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് വെൽ ഡിഫൈൻഡ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ക്ലാസ് കൺസിഡർ ചെയ്യുവാണ്. ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസ് ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന ആൻസർ ആയിരിക്കില്ല ഈ സെയിം ചോദ്യം നമ്മൾ വേറൊരാളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നത്. അതായത് ഓരോ വ്യക്തിക്കനുസരിച്ചും ആ ബ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾസ് എന്ന് പറയുന്നത് ഒരു സെറ്റല്ല. ഇനി നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു, നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സാണ്. ഇത് ഒരു സെറ്റാണ്. കാരണം ഇത് ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസറാണ് കിട്ടുക. അല്ല എങ്കിൽ 4 എന്ന് പറയുന്നത് ഈ സെറ്റിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുത്തു. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ക്രോസ് ബി is a set of 4 ordered pairs A, B such that A belongs to capital A, B belongs to capital B. അതായത് എ ക്രോസ് ബിക്കകത്തുള്ളത് ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനാണ്. അതിൽ ഫസ്റ്റത്തെ എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നും രണ്ടാമത്തെ എലമെൻറ്റ് രണ്ടാമത്തെ സെറ്റിൽ നിന്നുമാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, capital A is equal to set 1, 2, 3. Capital B equal to set 4, 5. ഇങ്ങനെയാണെങ്കിൽ A cross B is equal to set, ഡെഫിനിഷൻ പറയുന്നത് A cross B എന്ന് പറയുന്നത് ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ ആണെന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഓർഡേർഡ് പെയർ ഫസ്റ്റത്തെ എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നായിരിക്കണം എടുത്തിട്ടുണ്ടാകേണ്ടത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് സെറ്റിലെ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുകയാണ് 1. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്നായിരിക്കണം എടുത്തിട്ടുണ്ടാകേണ്ടത്. ഇവിടെ നമുക്ക് സെക്കൻഡ് സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഓർഡേർഡ് പെയേഴ്സ് കിട്ടും. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുക ഫസ്റ്റ് സെറ്റിൽ നിന്ന്. എഗെയിൻ ബിയിനകത്ത് 2 എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് 2ന് കറസ്പോണ്ടിങ് ആയിട്ടും 2 എലമെൻറ്റ്സ് കിട്ടും, ഓർഡേർഡ് പെയേഴ്സ് കിട്ടും. സിമിലർലി ദ ലാസ്റ്റ് വൺ 3. Again we will get ordered pair 3, 4 and ordered pair 3, 5. So this is the A cross B corresponding to our given sets A and B. Now എയിൽ
ടോട്ടൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ബിയിലാണെങ്കിൽ ടോട്ടൽ 2 എലമെൻറ്റ്സ്. എ ക്രോസ് ബിക്കകത്ത് 6 എലമെൻറ്റ്സ്. നമ്മളത് ജനറലൈസ് ചെയ്യാൻ പോവാണ്. സപ്പോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു എം ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഈസ് ഈക്വൽ ടു എൻ, then number of elements in A cross B is equal to m n. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എയിൽ എം എലമെൻറ്റ്സും ബിയിൽ എൻ എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എം എൻ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി റിലേഷൻസ്. ഈ റിലേഷൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് മെയിൻ ടോപ്പിക്. റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ റിലേഷനെ ക്യാപിറ്റൽ ആർ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ആറ് എന്ന് പറയുന്ന റിലേഷൻ ഓൾവേസ് ഇസ് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ ക്രോസ് ബി. ഈ ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ 2 ഡിഫറെൻറ്റ് സെറ്റ്സ് എടുത്തതിന് പകരം നമ്മൾക്ക് എപ്പോഴും സെയിം സെറ്റാണ് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റുമായിട്ട് വരുന്നത്. അതായത് നമ്മളുടെ റിലേഷൻ എപ്പോഴും സബ്സെറ്റ് ഓർ ഈസ് ഈക്വൽ ടു എ ക്രോസ് എ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് ഇതാണ്. ഇതിൽ നിന്ന് ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ordered pair 1,4, ordered pair 1,5, ordered pair 2,4. I took the first 3 elements of that A cross B. So I got my R is equal to, ഇതാണ് അപ്പം നമ്മളുടെ R. ഇതിനകത്തുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് A ക്രോസ് ബിയിലെ എലമെൻ്റ് ആണ്. അതാണ് R എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് A ക്രോസ് ബി ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എം ടി റിലേഷനാണ്. എം ടി റിലേഷൻ ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് കോൺസെപ്റ്റ്. എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ഫൈ എന്നാണ്, അതായത് ഒരു എലമെൻറ്റും ഇല്ല. എം ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സിമ്പിൾ. അപ്പം നമ്മളുടെ ആർ ഇസ് ഈക്വൽ ടു 5 ആണ് എങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എം ടി റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ആറിനകത്ത് ഒരു എലമെൻറ്റും ഇല്ല, ആറ് എം ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റിലേഷനെ എം ടി റിലേഷൻ എന്ന് വിളിക്കും. ഇനി സെക്കൻഡ് വൺ യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ഇ. ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് എ. അതായത് നമ്മളുടെ റിലേഷനും നമ്മളുടെ എ ക്രോസ് എയും സെയിം ആവുന്നു. അതായത് അല്ലെങ്കിൽ എ ക്രോസ് എയിലെ എല്ലാ എലമെൻറ്റ്സും നമ്മളുടെ റിലേഷനിൽ ഉണ്ട്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ആ റിലേഷനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഈ എം ടി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും സംടൈംസ് നമ്മൾ ട്രിവിയൽ റിലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് ആ രണ്ട് റിലേഷൻസും നമുക്ക് ഒബ്വിയസ് ആണ്. നമ്മൾക്ക് എ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും, എ ക്രോസ് എ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് റിലേഷൻസും എന്തായാലും പറയാം. ഒരു എലമെൻറ്റും ഇല്ലാത്ത ഒരു റിലേഷനും പറയാം. ഫുൾ റിലേഷൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ടും എ ക്രോസ് എ ആകുന്ന ഒരു റിലേഷനും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് 2 റിലേഷൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 3 റിലേഷൻസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് റിലേഷൻ. ആദ്യത്തേത് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്.
For all A belongs to capital A, ordered pair A comma A belongs to capital R. For all A belongs to capital A, ordered pair A comma A belongs to capital R. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ക്യാപിറ്റൽ എയിൽ ഉള്ള എല്ലാ എലമെൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഓർഡേഡ് പെയർ എ കമ എ ഇതിലുണ്ടായിരിക്കണം. നമ്മുടെ റിലേഷനിലുണ്ട് എങ്കിൽ ആ റിലേഷന് നമ്മൾ എന്തെന്ന് പറയും? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ എന്ന് പറയുന്നത് ordered pair 1, 1, ordered pair 1, 2, ordered pair 1, 3, ordered pair 2, 1, ordered pair 2, 2, ordered pair 2, 3, ordered pair 3, 1, ordered pair 3, 2, ordered pair 3, 3. 9 elements നമുക്ക് കിട്ടും എ ക്രോസ് എയിൽ. ഇതാണ് നമ്മളുടെ എ ക്രോസ് എ. ഇനി ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ആ റിലേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സെറ്റ്. ഈ റിലേഷനിൽ ഈ എ ക്രോസ് എയിലെ ഏതെങ്കിലും കുറച്ച് എലമെൻറ്റ്സ് എടുക്കുക. ഞാൻ എടുക്കുന്നത് ഓർഡേഡ് പെയർ 1, 1, ഓർഡേഡ് പെയർ 1, 2, ഓർഡേഡ് പെയർ 2, 3 ആൻഡ് ഓർഡേഡ് പെയർ 3, 2. ഓക്കെ, ഞാൻ ഈ എലമെൻറ്റ്സ് എടുത്തു. ഇതിൽ 1, 1 എ ക്രോസ് എക്കകത്തുണ്ട്, 1, 2 എ ക്രോസ് എയിലെ മെമ്പറാണ്, 2, 3 എ ക്രോസ് എയിലെ മെമ്പറാണ്, 3, 2 എ ക്രോസ് എയിലെ മെമ്പറാണ്. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. ഇനി നമുക്കിതിന് ഈ നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എടുത്തിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിഫ്ലെക്സീവിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? എ ക്രോസ് എയിലെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ഓർഡേഡ് പെയർ എ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും സെയിം ആകുന്ന രീതിയിലുള്ള എ ആറിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് റിഫ്ലെക്സീവിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആറ് സെറ്റ്. ഓർഡേഡ് പെയർ 1, 1, ഓർഡേഡ് പെയർ 1, 2, ഓർഡേഡ് പെയർ 2, 3, ഓർഡേഡ് പെയർ 3, 2. ഇതാണ് നമ്മളുടെ ആറ്. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3. അതായത് ഇതിനകത്ത് 3 എലമെൻറ്റ്സാണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റത്തെ എലമെൻറ്റ് ഞാൻ എടുത്തു. ഫസ്റ്റത്തെ എലമെൻറ്റ് 1 ആണ്. ഇവിടെ പറയുന്നത് സെറ്റിനകത്ത് ഓർഡേഡ് പെയറിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് സെയിം ആണ്. അതായത് ഓർഡേഡ് പെയർ 1, 1 ആണ് നമുക്ക് കിട്ടുക, 1ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി 2 എടുത്തു കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ 2, 2 കിട്ടും. 3 എടുത്തു കഴിഞ്ഞാൽ ഓർഡേഡ് പെയർ 3, 3യും കിട്ടും. ഓർഡേഡ് പെയർ 1, 1, ഓർഡേഡ് പെയർ 2, 2, ഓർഡേഡ് പെയർ 3, 3. നമുക്ക് ഈ 3 ഓർഡേഡ് പെയർസ് കിട്ടും കറസ്പോണ്ടിങ് ടു ദോസ് 3 എലമെൻറ്റ്സ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് സെയിം ആണ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന 3 എലമെൻറ്റ്സ് നമ്മളുടെ റിലേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ പറയുന്ന 3 ഓർഡേഡ് പെയർസും നമ്മളുടെ റിലേഷനിലുണ്ട് എങ്കിൽ ആ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. അല്ല എങ്കിൽ ആ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുകയാണ്, ഓർഡേഡ് പെയർ 1, 1. ഓർഡേഡ് പെയർ 1, 1 ഇതിനകത്തുണ്ടോ? നമ്മളുടെ ആറിനകത്ത് ഓർഡേഡ് പെയർ 1, 1 ഉണ്ട്. അപ്പോൾ ഈ കാര്യം ഓക്കെ ആയി. ഇനി നമ്മൾ ഓർഡേഡ് പെയർ 2, 2 എടുത്തു. ഓർഡേഡ് പെയർ 2, 2 ഇതിനകത്ത് ഒരു എലമെൻ്റ് ആണോ? നമ്മൾ എടുത്തിരിക്കുന്ന ആറിനകത്ത് ഒരു എലമെൻ്റ് അല്ല ഓർഡേഡ് പെയർ 2, 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ ഇവിടെ വെച്ച് തന്നെ, ഇനിയിപ്പോൾ നമ്മൾ 3, 3യുടെ കേസ് ചെക്ക് ചെയ്യേ വേണ്ട, ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി നമുക്ക് ഈ റിലേഷനെ റിഫ്ലെക്സീവ് ആക്കി മാറ്റണം എന്ന് കരുതുക. ഈ റിലേഷനെ റിഫ്ലെക്സീവ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർഡേഡ് പെയർ 1, 1 ഓൾറെഡി അതിനകത്തുണ്ട്. അതിനകത്ത് ഇല്ലാത്ത എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 2, 3, 3 ആണ് നമ്മുടെ റിഫ്ലെക്സീവ് കണ്ടീഷനെ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ അതിനകത്ത് വരേണ്ട 2 എലമെൻറ്റ്സ് ഓർഡേഡ് പെയർസ്. നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. എന്നിട്ട് ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ് എഴുതുക. 2, 3, 3, 2. ഈ റിലേഷൻ ഇപ്പോഴെന്താണ്? റിഫ്ലെക്സീവ് ആണ്. കാരണം നമ്മളുടെ എല്ലാ 3 ഓർഡേഡ് പെയർസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് സിമെട്രിക്.
രണ്ടാമത്തെ റിലേഷനാണ് സിമെട്രിക് റിലേഷൻ. ഓക്കെ, സിമെട്രിക് റിലേഷൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, for all a comma b belongs to capital A, if ordered pair a comma b belongs to capital R implies ordered pair b comma a also belongs to capital R. ordered pair a comma b capital R ഉണ്ട് എങ്കിൽ b comma a അതിൻ്റെ റിവേഴ്സ് പെയറും കൂടെ എന്തിലുണ്ടായിരിക്കണം? ക്യാപിറ്റൽ ആറിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ റിലേഷൻ, ഇതാണ് നമ്മളുടെ സിമെട്രിക് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. അപ്പം നമ്മൾ നോക്കാം, നമ്മൾ നേരത്തെ എടുത്ത 6 തന്നെ ഞാൻ വീണ്ടും എടുക്കുവാണ്. ഇതാണ് നമ്മളുടെ 6. അതിൽ ഞാൻ ഫസ്റ്റത്തെ എലമെൻ്റ് എടുത്തു, 1 1 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. 1 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താ വരുന്നത്? 1 1 എന്ന് പറയുന്ന എലമെൻറ്റ് 1 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പെയർ, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ സെക്കൻഡ് എലമെൻ്റ് ആവുന്നു, സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ആവുന്നു. അതാണ് ഓപ്പോസിറ്റ് പെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് സെയിം 1 1 തന്നെയാണ് കിട്ടുന്നത്. അത് ഓൾറെഡി ആറിലെ ഒരു എലമെൻ്റാണ്. ഇനി അതിനകത്ത് സെക്കൻഡ് എലമെൻ്റ് എന്താണ്? 1 2 ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫസ്റ്റ് വരും, ദെൻ 1. അപ്പോൾ 2 1 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നോക്കുക, 2 1 എന്ന് പറയുന്നത് ഈ ആറിനകത്തെ ഒരു എലമെൻ്റ് അല്ല. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടി ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഒരു ഓർഡേഡ് പെയർ നമുക്ക് കിട്ടി ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓർഡേഡ് പെയർസിൻ്റെ ചെക്ക് ചെയ്ത് സമയം കളയണമെന്നൊന്നുമില്ല. ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമുക്ക് പറയാം തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. അപ്പം നമ്മളുടെ തന്നിരിക്കുന്ന റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ഇതിനെ സിമെട്രിക് ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓർഡേഡ് പെയർ 1 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 1 കിട്ടും. ഓർഡേഡ് പെയർ 2 3 ആണ് നമ്മളുടെ നെക്സ്റ്റ് എലമെൻറ്റ് ക്യാപിറ്റൽ ആറിൽ, അതെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറയുന്നത്, റിവേഴ്സ് പെയർ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ 3 2 ആണ്. ഇങ്ങനെ 3 2 എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് പെയർ എന്ന് പറയുന്നത് 2 3 ആണ് വരുന്നത്. ഇതിൽ നോക്കുക, 1 1 ഇതിനകത്തുണ്ട്, 2 1 ഇതിനകത്തില്ല. 3 2 ഓൾറെഡി മെമ്പറാണ്, 2 3യും ഓൾറെഡി മെമ്പറാണ്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ? ഓർഡേഡ് പെയർ 2 1 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ 6നെ ഒന്ന് റീറൈറ്റ് ചെയ്യുക, ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ് എഴുതുക. ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 1 2, ഓർഡേഡ് പെയർ 2 3, ഓർഡേഡ് പെയർ 3 2. ഇതാണ് ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു എലമെൻറ്റും കൂടെ ജോയിൻ ചെയ്യിക്കുന്നു, ഓർഡേഡ് പെയർ 2 1. ഇനിയിപ്പോൾ നമ്മൾ ഏത് എലമെൻ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ റിവേഴ്സ് പെയറും കൂടെ ആറിനകത്തുണ്ട്. അതുകൊണ്ട് ഈ 6 എന്താണ്? സിമെട്രിക് ആണ്. ഇനി ലാസ്റ്റ് വൺ, ട്രാൻസിറ്റീവ്. തേർഡ് വൺ, ട്രാൻസിറ്റീവ്. ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, if ordered pair a comma b comma ordered pair b comma c belongs to capital R. ഇവിടെ നോക്കുക, ഈ ഓർഡേഡ് പെയർസിൻ്റെ പ്രത്യേകത എന്താണ്? എ കോമ ബി, ബി കോമ സി. ഫസ്റ്റ് ഓർഡേഡ് പെയറിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് ആണ് നമ്മളുടെ സെക്കൻഡ് ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. അതായത് ഫസ്റ്റ് ഓർഡേഡ് പെയർ ഏത് എലമെൻറ്റിലാണോ അവസാനിക്കുന്നത് ആ എലമെൻറ്റ് വെച്ചിട്ട് വേണം നമ്മൾ സെക്കൻഡ് ഓർഡേഡ് പെയറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 2 ഓർഡേഡ് പെയർസ് നിങ്ങളുടെ റിലേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അതായത് ഈ ട്രാൻസിറ്റീവ് കണ്ടീഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു 2 ഓർഡേഡ് പെയർസ് നിങ്ങളുടെ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്മളുടെ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇൻ സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുക. ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ 2 ഓർഡേഡ് പെയർസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് ഓർഡേഡ് പെയർ എ കോമ സി ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. എ കോമ ബി, ബി കോമ സി ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ ആണ് എങ്കിൽ എ കോമ സി, എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓർഡേഡ് പെയറിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആണ്, സി എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡേഡ് പെയറിൻ്റെ
സെക്കൻഡ് എലമെൻ്റ് ആണ്. അത് എന്തിനകത്തുണ്ടായിരിക്കണം? ക്യാപിറ്റൽ ആറിനകത്തുണ്ടായിരിക്കണം. ഓർഡേഡ് പെയർ എ കോമ സിയും ക്യാപിറ്റൽ ആറിനകത്തുണ്ട് എങ്കിൽ നമ്മൾ ആ റിലേഷൻ എന്തെന്ന് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും.